നമ്മുടെ നാട്ടിലൊക്കെ മാവ് പൂവിടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ കണ്ണിമാങ്ങ ഉണ്ട് എന്നൊക്കെ അമ്മയൊക്കെ വിളിക്കുമ്പോൾ പറയുന്നുണ്ട്. മാവ് പൂത്തിട്ടുണ്ട്, കാറ്റത്തൊക്കെ കൊഴിഞ്ഞു പോവുകയാണ് എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു 4 മാങ്ങ കിട്ടി. എനിക്കാണെങ്കിൽ മാങ്ങയൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പം എന്നാൽ മാങ്ങാപ്പുളി വെക്കാമെന്ന് വിചാരിച്ചിട്ട് 2 മാങ്ങ എടുത്തിട്ട് അച്ചാറും ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് തേങ്ങ അരയ്ക്കാത്ത മാങ്ങാപ്പുളിയാണ് കേട്ടോ വെക്കണത്. അപ്പോൾ അതിന് തോലോടുകൂടി ഇങ്ങനെ ചെത്തി വെള്ളം ഒഴിച്ച്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് പകുതി വെന്ത് വരുന്ന സമയത്ത് അതിലേക്ക് കല്ലുപ്പ് ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് കയ്യിലോണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അങ്ങോട്ട് ഉടച്ചു കൊടുക്കണം കേട്ടോ. ആ മാങ്ങയുടെ ഉള്ളിലത്തെ അതൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരണം. എന്നിട്ട് കുറച്ച് ഒരു 8-10 ചെറിയ ഉള്ളിയും 10-12 ഉണക്കമുളകും കൂടി അങ്ങോട്ട് അരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട്, മാങ്ങാപ്പുളി എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളത്തോടുള്ളൊരു പുളി തന്നെയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഉപ്പൊക്കെ നോക്കിയിട്ട് അതിലേക്ക് വറുത്തിടുന്നതാണ് കേട്ടോ ഇനി പ്രധാനം. ഉലുവ മസ്റ്റാണ്. ഉലുവയും കടുകും ഉണക്കമുളകും കറിവേപ്പിലയും കൂടി അങ്ങോട്ട് വറുത്തിടാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി മാങ്ങാപ്പുളി തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു മടിയും കാണിക്കരുത് കേട്ടോ, ഇഷ്ടമാണെന്ന് വെച്ചാൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കൂട്ടാൻ മാങ്ങാപ്പുളിയാണ്. നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം അടിപൊളി മാങ്ങാപ്പുളി.